നഹൂം പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്നുള്ള പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചോദ്യോത്തരങ്ങളിലൂടെ ഈ ഗ്രന്ഥം പഠിക്കാം. ആദ്യം അധ്യായത്തിന്റെ സംഗ്രഹം നോക്കാം. സമ്മറി: അശൂരിന്റെ തലസ്ഥാനമായ നിനവയുടെ വ്യാജവും അപഹാരവും കവർച്ചയും പീഡനവും വഞ്ചനയും മൂലം നിനവെ പൂർണ്ണമായും നശിപ്പിക്കപ്പെടും എന്ന് ഈ അധ്യായം പറയുന്നു. വലിയ നഗരമായ നോ അമ്മോൻ നശിച്ചു പോയതുപോലെ നിനവയുടെ നാശവും ഉറപ്പാണെന്ന് പ്രവാചകൻ ഉദാഹരിക്കുന്നു. ദൈവത്തിന്റെ നീതി ഉറപ്പായും ഉണ്ടാകുമെന്ന് നഹൂം പ്രവാചകൻ പ്രഖ്യാപിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം: അയ്യോ കഷ്ടം നിറഞ്ഞ നിനവെ പട്ടണത്തെ പ്രവാചകൻ വിളിക്കുന്ന പേരെന്ത്? ഉത്തരം: രക്തപാതകങ്ങളുടെ പട്ടണം. 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. രണ്ടാമത്തെ ചോദ്യം: രക്തപാതകങ്ങളുടെ പട്ടണം എന്തുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു? ഉത്തരം: വ്യാജവും അപഹാരവും കവർച്ചയും കൊണ്ട്. 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. കൂടാതെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നൽകുന്ന വിവരണവും ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ചോദ്യം: രക്തപാതകങ്ങളുടെ പട്ടണത്തിൽ നിന്ന് എന്ത് വിട്ടുപോകുന്നതുമില്ല? ഉത്തരം: കവർച്ച. 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. നാലാമത്തെ ചോദ്യം: രക്തപാതകങ്ങളുടെ പട്ടണമായ നിനവയെ ന്യായം വിധിക്കുവാൻ കാരണമായവയിൽ ഏതെല്ലാം കാര്യങ്ങൾ എടുത്തു പറയുന്നു? ഉത്തരം: വ്യാജവും അപഹാരവും കവർച്ചയും. 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. അഞ്ചാമത്തെ ചോദ്യം: ഏതൊക്കെ യുദ്ധ ശബ്ദങ്ങളാണ് വിവരിച്ചിരിക്കുന്നത്? ഉത്തരം: ചമ്മട്ടിയുടെ ഒച്ച, ചക്രങ്ങളുടെ കിരുകിരുക്കുന്ന ശബ്ദം, പായുന്ന കുതിരകൾ, ഓടുന്ന രഥങ്ങൾ, കുതിര കയറുന്ന കുതിരച്ചേവകർ, ജ്വലിക്കുന്ന വാൾ, മിന്നുന്ന കുന്തം. 3-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ആറാമത്തെ ചോദ്യം: പട്ടണവാസികൾ എവിടെ തടഞ്ഞു വീഴുന്നു? ഉത്തരം: പിണങ്ങളിൽ. 3-ാം അധ്യായം 3-ാമത്തെ വാക്യം. പിണങ്ങൾ എന്ന പദത്തിനർത്ഥം ശവശരീരങ്ങൾ, കോർപ്പസ്, ഡെഡ് ബോഡീസ്. ഏഴാമത്തെ ചോദ്യം: ജാതികളെ വിൽക്കുന്ന ഒരുവളായി നിനവയെ താരതമ്യം ചെയ്യാനുള്ള അതിന്റെ പാപം എന്ത്? ഉത്തരം: പരസംഘം. 3-ാം അധ്യായം 4-ാമത്തെ വാക്യം. എട്ടാമത്തെ ചോദ്യം: വംശങ്ങളെ വിൽക്കുന്ന ഒരുവളായി നിനവയെ താരതമ്യം ചെയ്യാനുള്ള അതിന്റെ പാപം എന്ത്? ഉത്തരം: ക്ഷുദ്രപ്രയോഗം. 3-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഒൻപതാമത്തെ ചോദ്യം: നിനവയെ പരസംഗ ബഹുത്വം എന്ന് വിശേഷിപ്പിക്കാൻ കാണുന്ന 2 തിന്മകൾ ഏതെല്ലാം? ഉത്തരം: ക്ഷുദ്ര നൈപുണ്യവും സൗന്ദര്യമുള്ള വേശ്യയും. 3-ാം അധ്യായം 4-ാമത്തെ വാക്യം. പത്താമത്തെ ചോദ്യം: നിനവയ്ക്ക് കഷ്ടതകൾ വന്ന് ഭവിക്കാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു? ഉത്തരം: ക്ഷുദ്ര നൈപുണ്യവും സൗന്ദര്യമുള്ള വേശ്യയുടെ പരസംഗ ബഹുത്വം നിമിത്തം. 3-ാം അധ്യായം 4-ാമത്തെ വാക്യം. 11-ാമത്തെ ചോദ്യം: ഞാൻ നിന്റെ നേരെ വരും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ ന്യായവിധി അരുളപ്പാടുകൾ എത്ര പ്രാവശ്യം കാണാം? ഉത്തരം: 2 പ്രാവശ്യം. 2-ാം അധ്യായം 13-ാമത്തെ വാക്യവും 3-ാം അധ്യായം 5-ാമത്തെ വാക്യവും. 12-ാമത്തെ ചോദ്യം: നിനവയെ ജാതികളുടെയും രാജ്യങ്ങളുടെയും മുമ്പിൽ സൈന്യങ്ങളുടെ യഹോവ എങ്ങനെ ന്യായം വിധിക്കും? ഉത്തരം: വസ്ത്രാഗ്രങ്ങളെ മുഖം വരെ പൊക്കി ജാതികളെ നഗ്നതയും രാജ്യങ്ങളെ നാണിടവും കാണിക്കും. 3-ാം അധ്യായം 5-ാമത്തെ വാക്യം. നിനവെ ഒരു വേശ്യാസ്ത്രീയെ പോലെ ആയിരിക്കുന്നത് മൂലമുള്ള ശിക്ഷയാണിത്. ഒരു വേശ്യയെന്ന് തുറന്നു കാട്ടുന്ന രീതിയാണിത്. ദൈവം അവളുടെ വഴികൾക്കനുസരിച്ച് അവളോട് പെരുമാറുന്നു. 13-ാമത്തെ ചോദ്യം: നിനവയെ കുൽസിതയും നിന്ന വിഷയവുമാക്കുന്നതിന് അവരുടെ മേൽ അയക്കുന്ന ന്യായവിധിയുടെ രൂപകം എന്ത്? ഉത്തരം: അമേധ്യം നിനവയുടെ മേൽ എറിയും. 3-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഈ രൂപകം അർത്ഥമാക്കുന്നത് നിനവെ ഒരു നീച സ്ത്രീയെപ്പോലെയാകും, ജനക്കൂട്ടത്തിന്റെ അപമാനത്തിനും മോശമായ പെരുമാറ്റത്തിനും വിധേയാകും. 14-ാമത്തെ ചോദ്യം:
നിനവയെ കാണുന്ന ഏവരും അവളെ വിട്ട് ഓടിപ്പോകുവാനുള്ള കാരണങ്ങൾ എന്ത്? ഉത്തരം, നഗ്നതയും നാണിടവും ഉള്ള വേശ്യയായി നിനവെ കാണപ്പെടുകയും അമേദ്യം അവളുടെ മേൽ എറിയുകയും ചെയ്യുന്ന കാരണങ്ങളാൽ. 3-ാം അധ്യായം 7-ാമത്തെ വാക്യം. 15-ാമത്തെ ചോദ്യം, ന്യായവിധിയിൽ നിനവയുടെ അവസ്ഥ കണ്ട് ഓടിപ്പോകുന്നവർ ആദ്യം പറയുന്ന കാര്യം എന്ത്? ഉത്തരം, നിനവെ ശൂന്യമായി കിടക്കുന്നു. 3-ാം അധ്യായം 7-ാമത്തെ വാക്യം. 16-ാമത്തെ ചോദ്യം, ന്യായവിധിയിൽ നിനവയുടെ അവസ്ഥ കണ്ട് ഓടിപ്പോകുന്നവർ അവളോട് എന്ത് കാണിക്കുവാൻ കഴിയും എന്നാണ് ചോദിക്കുന്നത്? ഉത്തരം, സഹതാപം. 3-ാം അധ്യായം 7-ാമത്തെ വാക്യം. 17-ാമത്തെ ചോദ്യം, ന്യായവിധിയിൽ നിനവയുടെ അവസ്ഥ കണ്ട് ഓടിപ്പോകുന്നവർ അവളോട് എന്ത് അന്വേഷിക്കേണ്ടു എന്നാണ് ചോദിക്കുന്നത്? ഉത്തരം, എവിടെ നിന്ന് ആശ്വാസകന്മാരെ അന്വേഷിക്കേണ്ടു? 3-ാം അധ്യായം 7-ാമത്തെ വാക്യം. 18-ാമത്തെ ചോദ്യം, നിനവയുടെ ന്യായവിധി മൂലമുള്ള പതനത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എന്ത് ചെയ്തു? ഉത്തരം, ഏവരും നിനവെ വിട്ട് ഓടി. 3-ാം അധ്യായം 7-ാമത്തെ വാക്യം. 19-ാമത്തെ ചോദ്യം, നിനവയുടെ പതനം ഉറപ്പെന്ന് പറയുവാൻ ഉദാഹരണമായി എടുത്തിരിക്കുന്ന നഗരം ഏതാണ്? ഉത്തരം, നോ അമ്മോൻ. 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഈജിപ്ഷ്യൻ നഗരമായ തീബ്സിന്റെ എബ്രായ നാമമാണ് നോ അമ്മോൻ. നിനവയിലെ സൈന്യമാണ് തീബ്സിനെ നശിപ്പിച്ചത്. 20-ാമത്തെ ചോദ്യം, സമുദ്രം മതിൽ ആയിരിക്കുന്ന ദേശം? ഉത്തരം, നോ അമ്മോൻ. 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. 21-ാമത്തെ ചോദ്യം, നോ അമ്മോൻ എങ്ങനെ സംരക്ഷിക്കപ്പെട്ടു? ഉത്തരം, നദികളും സമുദ്രവും ചുറ്റപ്പെട്ടും മറ്റു രാജ്യങ്ങളുടെ ബലവും മൂലം. 3-ാം അധ്യായം 8-9 വാക്യങ്ങൾ. നൈൽ നദിയും ശക്തമായ കോട്ടകളും ഉള്ള ദേശമായിരുന്നു നോ അമ്മോൻ. 22-ാമത്തെ ചോദ്യം, നദികളുടെ അല്ലെങ്കിൽ വെള്ളങ്ങളുടെ ഇടയിൽ ഇരിക്കുന്ന ദേശം? ഉത്തരം, നോ അമ്മോൻ. 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. 23-ാമത്തെ ചോദ്യം, നോ അമ്മോൻ രാജ്യവുമായി താരതമ്യം ചെയ്തിരിക്കുന്ന പട്ടണം ഏത്? ഉത്തരം, നിനവെ. 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. ചോദ്യം, നോ അമ്മോന് സീമയില്ലാത്ത ബലമായിരുന്ന ദേശങ്ങൾ ഏതെല്ലാം? ഉത്തരം, കൂശും മിശ്രയീമും. 3-ാം അധ്യായം 9-ാമത്തെ വാക്യം. 25-ാമത്തെ ചോദ്യം, നോ അമ്മോന്റെ സഹായകന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ദേശങ്ങൾ ഏതെല്ലാം? ഉത്തരം, പൂത്യരും ലൂബ്യരും. 3-ാം അധ്യായം 9-ാമത്തെ വാക്യം. 26-ാമത്തെ ചോദ്യം, എന്നിട്ടും അവൾ ബദ്ധയായി പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു. ഏതു ദേശം? ഉത്തരം, നോ അമ്മോൻ. 3-ാം അധ്യായം 9-ാമത്തെ വാക്യം. 27-ാമത്തെ ചോദ്യം, ശക്തരായിരുന്നിട്ടും നോ അമ്മോന്റെ പൈതങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ഉത്തരം, സകല വീഥികളുടെയും തലയ്ക്കൽ വെച്ച് തകർത്തു കളയപ്പെട്ടു. 3-ാം അധ്യായം 10-ാമത്തെ വാക്യം. 28-ാമത്തെ ചോദ്യം, ശക്തരായിട്ടും നോ അമ്മോന്റെ മാന്യന്മാരുടെ നാശം എങ്ങനെ ഉണ്ടായി? ഉത്തരം, അവർക്ക് ചീട്ടു വീണു. 3-ാം അധ്യായം 10-ാമത്തെ വാക്യം. അവരെ ചീട്ടിട്ടു അടിമകളായി എടുത്തു എന്നർത്ഥം. യോവേൽ പ്രവചനം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം. 29-ാമത്തെ ചോദ്യം, ശക്തരായിരുന്നിട്ടും നോ അമ്മോന്റെ സകല മഹാന്മാർക്കും എന്ത് സംഭവിച്ചു? ഉത്തരം, ചങ്ങല കൊണ്ട് ബന്ധിച്ചു. 3-ാം അധ്യായം 10-ാമത്തെ വാക്യം. 30-ാമത്തെ ചോദ്യം, ശത്രു നിമിത്തം ഒരു അഭയസ്ഥാനം അന്വേഷിച്ചവർ ആരായിരുന്നു? ഉത്തരം, നിനവേക്കാർ. 3-ാം അധ്യായം 11-ാമത്തെ വാക്യം. 31-ാമത്തെ ചോദ്യം, നോ അമ്മോനെ ഉദാഹരിച്ചുകൊണ്ട് നിനവേക്കാർ എന്തു ചെയ്യുമെന്നാണ് യഹോവ അരുളി ചെയ്തത്? ഉത്തരം, ലഹരി പിടിച്ച് ബോധം കെട്ടു വീഴും, ശത്രു നിമിത്തം ഒരു അഭയസ്ഥാനം അന്വേഷിക്കും. 3-ാം അധ്യായം 11-ാമത്തെ വാക്യം. 32-ാമത്തെ ചോദ്യം, നിനവയുടെ കോട്ടകളെ എന്തിനോട് ഉപമിച്ചിരിക്കുന്നു? ഉത്തരം,
തലപ്പഴത്തോടു കൂടിയ അത്തിവൃക്ഷങ്ങളോട്. 3-ാം അധ്യായം 12-ാമത്തെ വാക്യം. 33-ാമത്തെ ചോദ്യം, നിനവയുടെ കോട്ടകൾ തലപ്പഴത്തോടു കൂടിയ അത്തിവൃക്ഷങ്ങൾ പോലെ എന്ന് പറയുവാൻ കാരണമെന്ത്? ഉത്തരം, നിനവയുടെ കോട്ടകൾ അത്തിപ്പഴം പൊഴിയുന്നതുപോലെ വേഗത്തിൽ നിലം പതിക്കും. 3-ാം അധ്യായം 12-ാമത്തെ വാക്യം. തലപ്പഴം എന്നത് പഴുത്തതും ആദ്യം ഫലമായതും ആകുന്നു. 34-ാമത്തെ ചോദ്യം, ദൈവത്തിന്റെ ന്യായവിധിക്ക് മുന്നിൽ വീഴുന്ന കോട്ടകൾ ആരുടേത്? ഉത്തരം, നിനവയുടേത്. 3-ാം അധ്യായം 12-ാമത്തെ വാക്യം. 35-ാമത്തെ ചോദ്യം, നിനവയുടെ ജനം അഥവാ പടയാളികൾ ആരെ പോലെ ആയിരിക്കുന്നു? ഉത്തരം, പെണ്ണുങ്ങളെ പോലെ. 3-ാം അധ്യായം 13-ാമത്തെ വാക്യം. 36-ാമത്തെ ചോദ്യം, നിനവയുടെ വാതിലുകൾക്ക് എന്ത് സംഭവിക്കുന്നു? ഉത്തരം, ശത്രുക്കൾക്ക് വിസ്താരമായി തുറന്നു കിടക്കുന്നു. 3-ാം അധ്യായം 13-ാമത്തെ വാക്യം. 37-ാമത്തെ ചോദ്യം, നിനവയുടെ ഓടാമ്പലുകൾക്ക് എന്ത് സംഭവിക്കുന്നു? ഉത്തരം, തീയ്ക്ക് ഇരയായി തീർന്നിരിക്കുന്നു. 3-ാം അധ്യായം 13-ാമത്തെ വാക്യം. 38-ാമത്തെ ചോദ്യം, ശത്രുക്കളെ നിരോധിക്കുവാൻ നിനവേക്കാർ എന്തു ചെയ്യുവാൻ പ്രവാചകൻ ആവശ്യപ്പെടുന്നു? ഉത്തരം, 1 വെള്ളം കോരിക്കൊള്ളുക, 2 കൊത്തളങ്ങളെ ഉറപ്പിക്കുക, 3 കളിമണ്ണ് ചവിട്ടുക, 4 ഇഷ്ടികയച്ച് പിടിക്കുക. 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. 39-ാമത്തെ ചോദ്യം, ശത്രുക്കളുടെ നിരോധനത്തിനു വേണ്ടി വെള്ളം കോരിക്കൊള്ളുക എന്ന് യഹോവ അരുളി ചെയ്തത് ആരോട്? ഉത്തരം, നിനവയോട്. 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. 40-ാമത്തെ ചോദ്യം, തീ നിന്നെ ദഹിപ്പിച്ചു കളയും, എവിടെ നിന്നുള്ള തീ? ഉത്തരം, ഇഷ്ടിക അച്ചിൽ നിന്നുള്ള. 3-ാം അധ്യായം 14-15 വാക്യങ്ങൾ. 41-ാമത്തെ ചോദ്യം, നിനവേക്കാർ തങ്ങളുടെ ശത്രുക്കളെ നിരോധിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവരുടെ മേൽ വരുന്ന ഒരു ന്യായവിധി ഏത്? ഉത്തരം, തീ കൊണ്ട് ദഹിപ്പിച്ചു കളയുന്ന ന്യായവിധി. 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. 42-ാമത്തെ ചോദ്യം, വിട്ടിൽ എന്ന പോലെ നിനവയെ തിന്നുകളയുന്നത് എന്ത്? ഉത്തരം, വാൾ. 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. 43-ാമത്തെ ചോദ്യം, ന്യായവിധിയുടെ മുമ്പിൽ ആരെ പോലെ പെരുക്കുക എന്നാണ് പ്രവാചകൻ നിനവയെ പരിഹസിക്കുന്നത്? ഉത്തരം, വിട്ടിൽ വെട്ടുക്കിളി എന്ന പോലെ. 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. 44-ാമത്തെ ചോദ്യം, വർത്തകന്മാരെ അഥവാ വ്യാപാരികളെ നക്ഷത്രത്തോളം വർദ്ധിപ്പിച്ച ദേശം ഏത്? ഉത്തരം, നിനവെ. 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. 45-ാമത്തെ ചോദ്യം, നിനവയുടെ വർത്തകന്മാരുടെ അഥവാ വ്യാപാരികളുടെ വർധനവ് എന്തിനേക്കാളും ആയിരിക്കുന്നു? ഉത്തരം, ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാളും. 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. 46-ാമത്തെ ചോദ്യം, നിനവയുടെ വർത്തകന്മാർ ആരെ പോലെ ആകുന്നു? ഉത്തരം, വിട്ടിൽ പോലെ. 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. വിട്ടിൽ പടം കഴിച്ച് പറന്നു പോകുന്നു എന്ന് 16-ാമത്തെ വാക്യത്തിൽ കാണാം. അതിന്റെ അർത്ഥം, എല്ലാം പിടിച്ചെടുത്ത ശേഷം അപകട സമയത്ത് നഗരത്തെയും ആളുകളെയും ഉപേക്ഷിച്ച് അവർ ഓടിപ്പോകുന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. വ്യാപാരികൾ ഓടിപ്പോകുന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. 47-ാമത്തെ ചോദ്യം, നിനവയുടെ പ്രഭുക്കന്മാരെ എന്തിനോട് ഉപമിച്ചിരിക്കുന്നു? ഉത്തരം, വെട്ടുക്കിളികളോട്. 3-ാം അധ്യായം 17-ാമത്തെ വാക്യം. 48-ാമത്തെ ചോദ്യം, നിനവയുടെ സേനാധിപതിമാരെ എന്തിനോട് ഉപമിച്ചിരിക്കുന്നു? ഉത്തരം, ശീതമുള്ള ദിവസത്തിൽ മതിലുകളിന്മേൽ പറ്റുന്ന വിട്ടിൽ കൂട്ടത്തോട്. 3-ാം അധ്യായം 17-ാമത്തെ വാക്യം. 49-ാമത്തെ ചോദ്യം, ഉറങ്ങുന്ന ഇടയന്മാരും വിശ്രമിച്ച് കിടക്കുന്ന കുലീനന്മാരും ഉള്ളതാർക്ക്? ഉത്തരം, അശൂർ രാജാവിന്. 3-ാം അധ്യായം 18-ാമത്തെ വാക്യം. 50-ാമത്തെ ചോദ്യം, അശൂർ രാജാവിന്റെ ജനം ചിതറിപ്പോയിരിക്കുന്നത് എവിടെ? ഉത്തരം, പർവ്വതങ്ങളിൽ. 3-ാം അധ്യായം 18-ാമത്തെ വാക്യം.
51 ചോദ്യം, അശൂർ രാജാവിന്റെ കേടിന് ഡാഷ് ഇല്ല. ഉത്തരം ഉപശാന്തി ഇല്ല. ഉപശാന്തി. 3-ാം അധ്യായം 19-ാമത്തെ വാക്യം. 52 ചോദ്യം, അശൂർ രാജാവിന്റെ ഡാഷ് വിഷമമാകുന്നു. ഉത്തരം മുറിവ് വിഷമമാകുന്നു. 3-ാം അധ്യായം 19-ാമത്തെ വാക്യം. 53 ചോദ്യം, ഈ പുസ്തകത്തിലെ ഒടുവിലത്തെ ചോദ്യം, അശൂർ രാജാവിന്റെ വർത്തമാനം കേൾക്കുന്ന ഏവരും അവനെക്കുറിച്ച് ഡാഷ്. ഉത്തരം കൈകൊട്ടു. 3-ാം അധ്യായം 19-ാമത്തെ വാക്യം. 3-ാം അധ്യായത്തോടെ നഹൂം പ്രവചനത്തിൽ നിന്നുള്ള പഠനം അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.